ഹലോ ഹൈ ഡേയ്സ്, ഇത് നമ്മൾ നോമ്പിൻ്റെ ഒക്കെ മുന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. വോയിസ് കൊടുക്കാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും ഒന്നുള്ള ടൈം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് സീസൺ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം അർദ്ധരാത്രി 3:12 ആയിട്ടുണ്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങടാന്നല്ലേ, ഇന്ന് നിച്ചുമോൻ അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ് കേട്ടോ. 4 മണിക്ക് സ്കൂളിൽ എത്തണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അവന് കൊണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ 3:30 തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. സ്കൂളിലുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6:30 മുതൽ അവനെ വിളിച്ചുകൊണ്ടിരുന്നാൽ 7 മണി 7:15 ആവും എണീറ്റ് വരുമ്പോൾ കേട്ടോ. ഇതിപ്പോൾ യാതൊരു തട്ടുമുട്ടുമില്ലാതെ പെട്ടെന്ന് എണീറ്റ് കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ നമ്മളെ കൂടെ അല്ലാതെ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞേക്കാൻ വലിയ താല്പര്യമൊന്നും കേട്ടോ. മാക്സിമം ഞാൻ എതിർത്ത് നോക്കിട്ടോ. അവൻ അമ്പിനും വില്ലിനും അടുത്തില്ല. ലാസ്റ്റ് അവൻ്റെ ഭാഷ എന്നെ ജയിച്ചു കേട്ടോ. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ എവിടേക്കാണ് ടൂർ പോകണേന്ന് അറിയോ. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോവും, ടെൻഷൻ അടിച്ചാൽ രാത്രിയും പോകണം ഊട്ടിക്കാണ് കേട്ടോ അവൻ ടൂർ പോണത്. ഞാൻ അവനോട് പറഞ്ഞിട്ടോ, ഊട്ടിക്ക് നമ്മൾ എത്ര പ്രാവശ്യം പോയതാ, നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച പോവാടാ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ വേണമെങ്കിൽ ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവനോട് ഫ്രണ്ട്സുകളോട് പോകണ വേറൊരു രസമാണുമ്മ, ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഫ്രണ്ട്സുകൾ ഇവിടെ ഒന്ന് പോട്ടെ എന്ന് വെച്ചാൽ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വെച്ചു. എനിക്ക് മാത്രമേ എതിർപ്പുള്ളൂ കേട്ടോ, മറ്റുള്ളവരൊക്കെ അവൻ നല്ല സപ്പോർട്ടാട്ടോ. കാരണം ഞങ്ങൾക്കേ എൻജോയ് ചെയ്യാൻ പറ്റില്ല, നീയെങ്കിലും പോയിട്ട് പോയോ എന്നാണ് കേട്ടോ ഷംനാസ് ആയാലും ഷീനു ആയാലും ഷാനായാലും ഒക്കെ അവനോട് പറയണത്. പിന്നെ അവനെന്തായാലും നിലത്ത് നിൽക്കില്ലല്ലോ. ഈ ഒരു ട്രിപ്പിന് എനിക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണെന്ന് പറയുക, ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാനും ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ട് കേട്ടോ ഊട്ടിക്ക്. ഇത് ഞാൻ അറിയാതെ അബദ്ധവശാൽ ഇവരോടൊന്ന് പറഞ്ഞു പോയി. അപ്പോൾ എല്ലാവരോടും പറയും, ഉമ്മയൊക്കെ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾ മാത്രമല്ലേ പോവാത്തുള്ളൂ എന്ന് പറയും കേട്ടോ. ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ പറയാൻ പാടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ചില കാര്യങ്ങൾ മക്കളോടായാലും മറ്റുള്ളവരായാലും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കെതിരായിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഇതൊക്കെ ഉപയോഗിക്കപ്പെടും. അങ്ങനെ 4 മണിക്ക് മുന്നേ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയിലൊന്നും ഒരു കുട്ടികൾ പോലും വരുന്നതായിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ ഇന്നല്ലേ സംശയിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് പോകാനുള്ള ബസ് നമ്മളെ മുമ്പിൽ കണ്ടിട്ടോ. അപ്പോൾ സമാധാനം ഇന്ന് തന്നെ ആയിരിക്കുന്നു കേട്ടോ. അങ്ങനെ 4 മണിക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയിരുന്നൊക്കെ പേടിച്ച് വന്നിട്ട് 1 മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടോ, എല്ലാവരും വന്ന് ചേരാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നില്ലേ, അപ്പോൾ കുറേ സമയം പിടിച്ചിട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ബസ്സിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നിച്ചു അവൻ്റെ ഫ്രണ്ടൊക്കെ ഓരോരുത്തർ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വിളിച്ചു പറയാം, ഞാൻ നിങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ വിളിച്ചു പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ അവർ സലാം പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ചൊല്ലി പോയോണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അവരൊരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ വർഷവും അതിൻ്റെ മേലത്തെ വർഷമൊക്കെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ. കാരണം സ്കൂളിൽ എന്ന് വെച്ചാൽ നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അത് നോക്കി മാത്രമേ ഞാൻ നമുക്ക് ഈ സ്കൂളിൽ പറഞ്ഞേക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം നമ്മളെ മെയിൻ റോഡ് വരെ മാത്രമേ ബസ് വരുള്ളൂ. അവനെ രാവിലെ കൊണ്ടാക്കി കൊടുക്കും വണ്ടിയിൽ. അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോഴും മെയിൻ റോഡ് വരെ ബസ് വരുള്ളൂ. നമ്മൾ തിരിച്ച് അവനല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് വരും, അതല്ലെങ്കിൽ നമ്മൾ പോയി കൊണ്ടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പോയി കൊണ്ടുവന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് വലുതായപ്പോൾ അവർ സ്വന്തമായിട്ട് ഓട്ടോ പിടിച്ച് വരും. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സ്കൂളിൽ ചേർത്തുള്ള കാരണം എന്താ വെച്ചാൽ നല്ല കെയറിങ് ആണ്. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ സമാധാനത്തോടു കൂടി വളരെ സന്തോഷത്തോടെ ഞങ്ങളിതാ തിരിച്ചു വരികയാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും 3 മണിക്ക് തന്നെ ഉറക്കമൊക്കെ പോയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി നടത്തൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ബൈപ്പാസിൽ നടക്കണ്ടോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ബൈപ്പാസിൽ നടക്കാൻ വരാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും 5:30 ആകുമ്പോൾ നടക്കാൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നടക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചാൽ ഏകദേശം കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വന്ന് നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളവിടെ നടക്കാനൊക്കെ പറ്റും. പക്ഷേ എങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടയ്ക്ക് പുലിനെ കണ്ടു, അങ്ങനെ പിന്നെ കുറേ നായ്ക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പേടി. അപ്പോൾ അത് തന്നെ എപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നിട്ടാണ് നടക്കുക. പിന്നെ നമ്മളെ വണ്ടി EV ആണല്ലോ. അപ്പോൾ അധികം എന്താ പറയുക, ഇന്ധന ചിലവൊന്നുമില്ലല്ലോ. ഇന്ധന ചിലവുള്ള സമയത്തും ഞാൻ വരുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. 6 കിലോമീറ്ററാണ് കേട്ടോ ദിവസം ഞാൻ നടക്കാറില്ല. ഈ തലക്കുന്ന ആ തലവരെ ആകുമ്പോൾ 6 കിലോമീറ്ററാണ് വരുന്നത്. അങ്ങനെ 1 മണിക്കൂറാണ് ഞാൻ അതിനെടുക്കുന്ന സമയം കേട്ടോ. കാരണം ചിലപ്പോൾ നല്ല സ്പീഡിൽ നടക്കണവരോ ഓടണവരൊക്കെ എന്താ അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. ഞാൻ അത്ര സ്പീഡിലൊന്നും പോകാറില്ല. അതുകൊണ്ട് എനിക്ക് 1 മണിക്കൂറാണ് എടുക്കാറുള്ളത്. അത് കഴിഞ്ഞത് അവിടെ അങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ അതുമൊക്കെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.